ഇന്ന് മഞ്ഞ് ഇങ്ങനെ അടുത്ത് വരെ കയറി വന്നല്ലോ. നല്ല മഞ്ഞായിരുന്നു, ഒന്നും കാണത്തില്ല. Simba, corre, corre, Simba, corre, corre, Simba, corre, Simba, Simba, corre, corre. Simba, corre, corre, corre. Corre. Good morning. എന്നപ്പാ എൻ്റെ ഫോണ് രാവിലെ വന്നു. കുറച്ച് അപ്പ് കൊണ്ട് പുള്ളിക്കരി നോക്കാനായി രാവിലെ. അച്ചോ, അയ്യോ എനിക്ക് വയ്യ. എന്താ പൊന്നോ, എവിടെ പൊടി? അച്ചോ ഒന്നുമില്ല, തൂത്തോ. നാരായണ ചേച്ചി മിറ്റം നോക്കാൻ പോയിട്ട് നാരായണ ചേച്ചി എണീറ്റോ അവള്? എണീപ്പിച്ചിട്ട് വേണ്ടേ വരാനായിട്ട്? കുഞ്ഞ് എണീക്കുമ്പോ നാരായണ ചേച്ചി എണീപ്പിക്കണ്ടേ? നോക്ക്, ഞാൻ കണ്ടു. അത് ഞങ്ങളെ കണ്ടോണ്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കേട്ടാ നീ ഓടും. സാമ്പാറും ഗോതമ്പ് ദോശയും. ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ ഷാമ്പൂ ഓടും. അവൻ കളിക്കാൻ കൊണ്ടുപോയത് അവൻ്റെ കൂട്ടിൽ. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് കളിക്കുന്നേ. മാവൊക്കെ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശ മോൻ ഇഷ്ടമാണോ? സത്യമായിട്ടും പറ. മാവൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളതേ. പിന്നെ മോനെ അവിടെ പോയി ഇരുന്നോ. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് എണീറ്റ് വന്നതല്ലേ ഉള്ളൂ. അവിടെ പോയി ഒന്ന് ഇരുന്നേ. കുറച്ച് ഞാൻ പല്ലൊക്കെ തേച്ച് ചേച്ചി പെണ്ണോട് കുളിപ്പിക്കാനൊക്കെ പറ. അപ്പം അമ്മ ഇതെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ? അവിടെ ഉറക്കം പോയില്ല, പോയി വായച്ച്. കാസ്ട്രോളോ? ഓക്കെ ശരി. സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചു. നേരത്തെ ആകുമ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് അത് വേവിച്ച് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് പൊടിയൊക്കെ വെച്ചിടുന്നത്. ഇതിൻ്റെ ചേട്ടയാണ് ചെറിയൊരു സംഭവം കൊണ്ട് വന്ന് എല്ലാം കൂടെ ഇട്ട് ഇതുപോലെ വഴറ്റിയിട്ട് അതിനകത്തിട്ട് തന്നെ എല്ലാം ഇട്ട് വേവിക്കുക. പൊടിയെല്ലാം കൂടെ ഇട്ട് വേവിക്കും. എന്നിട്ട് ലാസ്റ്റ് വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് സാമ്പാർ പൊടി മാത്രം, ബാക്കി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഞാൻ തീർക്കും. സാമ്പാർ പൊടി മാത്രം ഇതിനകത്ത് പുറമേ ഇട്ട് ഇളക്കിക്കില്ല, ചുമ്മാ എടുത്തേ ഉള്ളൂ. ഇളക്കും. ടേസ്റ്റുണ്ട്, കുഴപ്പമില്ല. ഇതും കൂടെ ഇട്ടേക്കാം. ജീര എടുത്തല്ലോ, സാമ്പാർ ജീര.
ഇതെന്നാ ശാംഭവി? എന്നാ ചീര? സാമ്പാർ ചീര. ചീര പലതരമുണ്ട്. സാമ്പാർ ചീര എന്ന് പറയും. നാളെ ശാംഭവി എനിക്ക് സാമ്പാർ കുറച്ച് തരാനുള്ളൊരു വ്യക്തിയാണ്. എന്നാ എടുത്തിട്ട് ചക്കക്കുരു തീറ്റി. പച്ച ചക്കക്കുരു തിന്നരുത് കേട്ടല്ലോ. കൊണ്ട് ചക്കക്കുരു എടുത്ത് തീറ്റി. നല്ല സുഖമല്ലേ തിന്നാൻ. ഞാൻ ആദ്യം ചീര ഇടട്ടെ. തക്കാളി ഏറ്റവും അവസാനം ഇടുന്ന സാധനമാണ് തക്കാളി. ഇതും കൊണ്ടിട്ടേക്കാം. അതൊക്കെ അവസാനം എന്ന് പറഞ്ഞില്ല കുഞ്ഞേ. തക്കാളി ലാസ്റ്റ് ഇടും. ഇത് പോയി എണീപ്പിച്ച് വിടും. ഞാൻ ഇവിടുന്ന് പോട്ടോ. ഇല്ലപ്പാ കായും അതന്നെ. ഓ എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ട് ഇവിടെ. കായും കിഴങ്ങും അല്ലേ? കായും കിഴങ്ങും ചക്കക്കുരു ഉണ്ട്. സാമ്പാറല്ലേ എല്ലാ അലുവലിച്ചിടാമല്ലോ നമുക്ക്. ഈ കറിക്ക എന്നിട്ട് വാഴയുടെ കായില്ലേ? വാഴക്ക തീർന്നു. ഇതിനകത്തിട്ടു. അടുത്തത് മാറിയിരിക്കണ്ട കുഞ്ഞ്. ചക്കക്കുരു ആണോ എനിക്കറിയോ? ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, ഇനി ഇതിനകത്ത് പരിപ്പിടും. എന്തിടും? പരിപ്പ് ഇവിടെ നടിക്കില്ല. ഇളക്കട്ടെ. പിടിച്ചു കൊന്നേനെ തന്നെ. അയ്യോ ഇതേണ്ട പരിപ്പ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമല്ലേ കാക്കമ്മയുടെ ആ പൂജയ്ക്ക് പോയപ്പോൾ പാൽപ്പായസം അവിടെ നിന്ന് അമ്പലത്തിൽ ഞാൻ കൊണ്ടു തന്നത്. ആണോ? ഇങ്ങോട്ട് നോക്ക്. പരിപ്പ് ഗോവയ്ക്കോ? പിന്നെ നീ അങ്ങനല്ലോ ആദ്യം പറഞ്ഞത്. നമുക്ക് ഗോവയ്ക്ക് പോകാന്നല്ലേ പറഞ്ഞേ. നമുക്ക് ഗോവയ്ക്ക് പോകാം. അത് ചിപ്പിടട്ടെ. തിയേറ്ററിൽ പോയി സിനിമ എമ്പുരാൻ പോലും കണ്ടിട്ടില്ല. നമുക്ക് തിയേറ്ററിൽ പോയി കാണുന്ന പരിപാടിയൊക്കെ നിർത്തിയേക്കാം. OTT തക്കാളി ഇപ്പം ഇച്ചിരി കഴിഞ്ഞിട്ടിടാം. പൊടിയൊക്കെ ഇട്ടിടാം. ഓക്കെ. ഇനി അടുത്ത് തന്നെ ശാമ്പു ഇടുന്ന ഞാനിപ്പം ഇതെന്നാ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി കൂടെ ഇടണം. ഞാൻ തപ്പ പറയുന്നത് ഇനി അടുത്ത മല്ലിപ്പൊടി വെച്ച് പറഞ്ഞല്ലോ. ഇനി അടുത്ത് മല്ലിപ്പൊടി. എനിക്ക് തോന്നി അതിന് വേണ്ടി നിൽക്കുകയാണ്. മല്ലിപ്പൊടി ഞാൻ ഇച്ചിരി കൂടുതൽ വെക്കും. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. കഴിതാ അതിനു വേണ്ടി അവിടെ ഇരിക്കുന്നത് എനിക്കറിയാം കേട്ടോ. എന്താ പറയാം. പിന്നെ അവിടെ തക്കാളി അവിടെ ഇരിക്കുന്നുണ്ട്. കടിക്കുന്നുണ്ടോ? ഞാൻ അടുത്ത് തന്നെ ഷാമ്പു ഇടുന്ന ഞാൻ മുളക് പൊടി മുളകൻ്റെ പൊടി കുറച്ചിടാം അല്ലേ? നമുക്കൊക്കെ ഒരു പോകും. ഇത്ര മതിയോ? അടിച്ചിട്ടോ. ഇടാടോ ആദ്യം ഈ കേട്ടോ മുളക് പൊടി ഇച്ചിരി ഇട്ടേക്കാം അല്ലേ? വലിയ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയല്ലേ? മതി. എന്തിനാ ഇവിടെ നല്ലത്? തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഇടും.
കായം വഴറ്റുമ്പോൾ ഇടണമെന്ന് പറഞ്ഞു ആദ്യം എണ്ണ ഒഴിച്ച് എന്താ ഉള്ളി വഴറ്റിയപ്പം ഇടണമെന്ന് കേട്ടാ പറയാം. ഞാൻ മറന്നുപോയി. പിന്നെ അടങ്ങിയിരിക്കുന്നു ഞാൻ ഗ്യാസ് കേട്ടോ കളിക്കുന്നത്. ഇനി ലാസ്റ്റ് എന്നാ ചേർക്കാൻ പോകുന്ന ശാമ്പവി? തക്കാളി. ശാമ്പവി ഇവിടെ നിന്ന് അങ്ങോട്ട് ബഹളം വരും തക്കാളി ചേർക്കാനിട്ട്. ഇനി ഒഴിക്കാൻ പോകുന്നത് നമ്മൾ വെള്ളം. എന്ത് വെള്ളം? അല്ല, നമ്മുടെ അടുത്തേൽ കഞ്ഞിക്ക് വെച്ച് ഇരുന്ന അയ്യോ തീ ഒത്ത് കിട്ടുപോയി. കത്തിക്കട്ടെ, നിൽക്കുക, ഒഴിക്കാൻ സമയമായില്ല. അടുത്ത കരി അതിനകത്ത് ദോശ ഉണ്ടാക്കാം. ദോശ ആർക്കും ഇഷ്ടമില്ലെന്ന് പറയും, പക്ഷേ സാമ്പാറും കൂട്ടി ഒന്നും പോലും മിച്ചമില്ലാതെ എല്ലാവരും കഴിക്കുകയും ചെയ്യും. ഈ സംഭവം ഒന്നും പണ്ട് എനിക്ക് കണ്ണെടുത്തക്കാറുള്ളത് സാധനമായിരുന്നു. ഗോതമ്പിൻ്റെ ഒരു ചപ്പാത്തി മാത്രമേ എനിക്ക് ഇഷ്ടമുണ്ടാകും. ചപ്പാത്തിയും ഒരു ഇഷ്ടം, ബാക്കിയൊന്നും ഇഷ്ടമില്ല. പക്ഷെ ഇപ്പം എല്ലാം ഇഷ്ടമാണ്. ചെറുജീരകത്തിൻ്റെ പൊടി ചേർക്കും, ചിലപ്പോൾ മഞ്ഞൾ ചേർക്കും, ഇന്ന് മഞ്ഞൾ ചേർക്കും. അത് അടയ്ക്കാണേലും ദോശയ്ക്കാണേലും അത് ചേർക്കും. അടയ്ക്കാണെങ്കിൽ ഇച്ചിരി ഇലയ്ക്കാൻ കൂടെ ചേർക്കും. അങ്ങനെ നമ്മുടെ ദോശമാവ് റെഡി. ഞാൻ അത് വിടുന്നുണ്ടോ? അയ്യോ, എന്നെ സ്നേഹിക്കാൻ വരുവാ, എന്നെ സ്നേഹിക്കാൻ വരുവാ. അയ്യോ, എങ്ങോട്ടാ പിടിക്കുന്നത്? കുളിപ്പിക്കുന്നതൊക്കെ ആരാ? ചേച്ചി കുളിപ്പിക്കും. കുളിപ്പിക്കോ? കുളിപ്പിക്ക്. മുഖം നന്നായിട്ട് കഴിയില്ല പല്ല് വെച്ചിട്ട്. ഇല്ല, നിക്ക് അവിടെ നിക്ക്. ദോശ നോക്കട്ടെ. ഇപ്പൊ പാടിയ പാട്ടൊന്ന് പാടിക്കേ. അങ്ങനെ എമ്പുരാനെ പാടിക്കേ. രണ്ടൊരു പാട്ടാണോ? എന്താ പൊന്നു ശംഭുവേ, എന്താ കാര്യം. മൂളിപ്പാട്ടുണ്ട്. അല്ല, എമ്പുരാനെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടു. പോ, താഴെ പോയി. അത് അതിൻ്റെ കൂടെ ഒരുമിച്ച് വലിച്ചപ്പോൾ വന്നാണ്. കഴുകാതെ ചേട്ടാല്ലേ തിന്നുന്നേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. സാമ്പാർ ഓക്കെ. ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇടണം. മതി മതി മതി. ബ്രാഹ്മിൺസ്
സാമ്പാർ തവി. ചേട്ടാ പറയാം വീഡിയോ എടുക്കുന്നു. ഞാൻ എന്തോ എടുക്കണ്ടേ, ഇതൊക്കെയല്ലേ ഉള്ളൂ. എന്ത് മതി, ഇത്തിരി പൊടി കൂടിയാലും ശരിയാകത്തില്ല. ഓക്കെ. ല്ലോ എന്താ സ്മെല്ല്? കാപ്പിക്കുരു ആർക്കിഷ്ടോ? എന്താ സ്മെല്ല്? കാപ്പിക്കുരുവിൻ്റെ അടി. പുതിയ രീതിയിലുള്ള കാപ്പിക്കുരു ഇളക്ക്. ഇളക്കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ എന്തോ ഒരു കലിപ്പ് വരും. ഇങ്ങനെയൊക്കെ ഇളക്കാം, പക്ഷെ അങ്ങനെ അതാണ് ഇളക്കിന്റെ ഒരു രീതി. അതാണ് രീതി. പക്ഷെ ആ ഒരു രീതി വേണം നമ്മള് അങ്ങനെ ഇളക്കുമ്പോൾ തൂക്കം. ഇത് ചുമ്മാ ഒരുമാതിരി കുഞ്ഞിപ്പിള്ളേരെ ചാമ്പവിടെ കൊടുത്ത് അവൾ എന്നാ ചെയ്യുന്നത്? ഇതാണ് കറക്റ്റ് ആയിട്ട് റൗണ്ട് അടിച്ച് വരുന്നത്. ഓരോ പരിപ്പും കണ്ടോ? മറ്റേ വരില്ല. ഇല്ല, ഇത് ഈ അടി കിടക്കുന്ന പരിപ്പ് മേളിൽ പോകും കണ്ടോ? മറ്റേത് അങ്ങനെ വരുത്തണമെന്നില്ല. ഇത് ഏറ്റവും അടി കിടക്കുന്ന പരിപ്പ് മേളിൽ പോകും, മേളിൽ കിടക്കുന്ന അടി വരും. കറങ്ങി വരുന്നുണ്ടോ? റൗണ്ട് അടിക്കുന്നുണ്ടോ? ശ്യാമളമ്മയുടെ പണി ഈ പ്രാവശ്യം ഞങ്ങൾ ഏറ്റെടുത്തു. അല്ല ചേട്ടാ? ഇല്ല, ഇത് കരിയുന്നുണ്ടോന്നൊരു സംശയമില്ലായിരിക്കും. ഒരുപാട് കരിയരുത്. എനിക്കറിയത്തില്ല ഇതിൻ്റെ പരുവ എന്നാന്ന്. അതിപ്പോൾ തൽക്കാലം ഇത് മതി. എന്നിട്ട് നാളെ മണം വരുന്നില്ലേ? ജീരകത്തിൻ്റെ മണമുണ്ട്, ഇടുവയ്ക്ക് മണമുണ്ട്, എനിക്കറിയില്ല. ഓക്കെ. കാപ്പിക്കുരു ഇത്ര ഇത് മതിയെന്ന് തോന്നി. ഇനിയും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മയൊക്കെ ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ എനിക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം അമ്മയോട് ചെയ്തപ്പോൾ മൈൻഡ് ചെയ്തില്ല. 2 തവണ നോക്കിയപ്പോഴും ഞാൻ ആവശ്യത്തോട് നോക്കിയില്ല, അതുകൊണ്ട് അറിയത്തില്ല പരുവം. കാണിച്ചേ പൊട്ടിത്തെറിക്കത്തില്ലേ? നൊസ്റ്റു മണം. അത് മഴ പെയ്യുമ്പോൾ വൈകിട്ടൊക്കെ ഈ മഴ പെയ്യത്തില്ലേ, അപ്പോഴേക്ക് ഈ കപ്പലണ്ടിയൊക്കെ ചുടുന്നതിൻ്റെയും കാപ്പിക്കുരു വറക്കുന്നതിൻ്റെയൊക്കെ സ്മെല്ല്. നൊസ്റ്റു എന്ന് പറഞ്ഞാൽ അതടിക്കുമ്പോഴല്ലോ ഒന്ന് എന്നെ സംബന്ധിച്ചിട്ട് കാക്കമ്മയൊക്കെ കുറവ്. കാക്കമ്മയുടെ പരിപാടി ഇതൊക്കെ ഏകദേശം അല്ല മഴയും കൂടെ വേണം. വൈകിട്ടാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇട്ടിട്ട് നമ്മളങ്ങ് പോയാൽ നീ മറന്നു പോകും. ഒന്നും പോകത്തില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കാം. നമ്മളോട് ഒരാൾ വരുന്നുണ്ടോണേ. ചേട്ടാ എല്ലാം പൊട്ടിത്തെറിക്കും. അടുക്കള മൊത്തം പൊട്ടിത്തെറിച്ച്. അയ്യോ, ആ ഇത് വെള്ളത്തിൽ മുക്കാൻ മേലായിരുന്നോ ആ വിറക്? അല്ലെങ്കിലേ പണി കിട്ടും. അയ്യോ ഉണ്ടമ്മോ, അടിപൊളി. ഇതുപോലെ ഇട്ടാൽ മതിയല്ലോ വൈകുന്നേരം. എന്തോ പുകയടിച്ച് എന്തോ സാധനം എൻ്റെ മണ്ടേന്ന് പോകുന്നുണ്ട്. ഓന്താണോന്ന് അറിയത്തില്ല. വൈകിട്ട് പോയിക്കുന്ന ഇങ്ങനെ വെച്ചാൽ മതി. എന്ത് പുകയാന്ന് ചോദിക്കും. വാവ്, എന്താണിത്? മഞ്ഞോ? ഷാമ്പു മണം അടിച്ച് വരുന്നില്ലല്ലോ. വരുന്ന ടൈം കഴിഞ്ഞു. അവിടെ ഇരിപ്പുണ്ട്. ഇല്ല, അങ്ങോട്ടാ പോകുന്നത്. കാറ്റ് ഉണ്ട്. അങ്ങോട്ട് പോ. ഉണ്ടോ? പുക അങ്ങ് പോവാണ്. അത് നല്ല ചെടി കാണുമ്പോൾ ആർക്കറിയാം. പിന്നെ കളയായല്ലോ മൊത്തം. ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ശരിയാക്കണം കേട്ടോ. എന്നാന്നറിയാം, രാത്രി ആകുമ്പോൾ ഇവിടെ ഒറ്റ ഓട്ടം ഉണ്ടല്ലോ കൂടെ. ഇവിടെ ലൈറ്റ് ഇല്ല. ഇടിവെട്ടി പോകുന്നു. ഈ മഴക്കാലമാണ്. വെച്ച് വെക്കണം. ഇത് മാറിയിട്ട്
വെക്കാൻ നോക്കാം. പിടി വരുന്നതുള്ളൂ അങ്ങനെയാണേല്. മഴക്കാലം ആയില്ല. എന്ന് ചേട്ടാ ഇത്? എൻ്റെ ഭഗവാനെ, ഇത് എന്തുവാ ഇത്? എന്നെ രസം നോക്കി. കുട്ടിക്കാലത്തൊക്കെ നിൽക്കുന്ന പോലെ. ഷാമ്പോയ്ക്ക് സാധനം വന്നിട്ടുണ്ടായിരുന്നു, അതിന് പോയോ? ശാമ്പവിയേ, എന്നാ ഉണ്ട്? നല്ല വിശേഷവും. പൊടിച്ചൊക്കെ കഴിഞ്ഞില്ല, വറുത്ത് കഴിഞ്ഞു. കൈ കഴുകാതെയാണോ എപ്പോഴും എടുത്ത് കഴിക്കുന്നേ? അപ്പൊ കൈ കഴുകി ഇപ്പം ചുമ്മാ അങ്ങ് കടിച്ചു പിടിച്ചൊക്കെ നിന്നേക്കുവാ. ദോശ പോയി. നമുക്ക് അവള് ചാലിൽ വിട്ടു പോയി കേട്ടോ. അല്ല, അവള് ചോദിക്കേണ്ടതാ. ചട്ടി വേണോ? കൈ കൊണ്ടൊക്കെ എടുക്കാതെ. ചൂടത്തി സാധനം തിന്നിയല്ലെന്നല്ല പറയുന്നേ. ഇത് വേനൽക്കാലമല്ലേ? മഴ പെയ്താൽ കുഴപ്പമില്ല. വേറെ ഒരെണ്ണം കൂടെ എടുക്കണം സപ്പോർട്ടിനായിട്ട്. ഒരു സാധനം തവിയുടെ. ആദ്യം ഗണപതിക്ക് തരണമെന്നാ പറയുന്നേ. എൻ്റെ നാട് മൂലവാ. ഗണപതിക്ക് തന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ വേണം തരാം. ഒരെടുക്കണേ. ഒരു 10 കൊല്ലത്തിനകത്ത് കഴിച്ചിട്ടുണ്ടോ? ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ മേടിക്കുന്ന ഈ കപ്പലണ്ടി ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുള്ളൂ. ഇത് പണ്ടൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ പറമ്പിൽ കപ്പൽമാവ് ഉണ്ടായിരുന്നു. അപ്പം അത് പൊറുക്കിക്കൊണ്ട് വന്ന് ഇതുപോലെ ചുട്ട് തരുന്നത് കാക്കമ്മയുടെ ഒരു വിനോദമായിരുന്നു. ചാമ്പ വിളിക്കണോ? എന്തിനാ ഓടി വന്നേ? പക്ഷെ അവൾ വരും കേട്ടോ. അടിപൊളി. ഭാസ്കര, ശങ്കരൻ എന്തേ? ഇവിടെ ശങ്കരൻ എന്തേ? ആ, അങ്ങ് മൂലയ്ക്ക് ഇപ്പുണ്ട് ശങ്കരൻ. പല നമ്മുടെ ശങ്കരനെ കണ്ടോ? ശങ്കരൻ ഇപ്പം കണ്ണൂരാ, തളിപ്പറമ്പ് ഹോട്ടൽ ഫീൽഡ്. അവൻ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാലേ അപ്പം ആ പരിപാടി തന്നെ. ഇപ്പം മറ്റേ പരിപാടി വിട്ടോ? അതവൻ സ്വന്തമായിട്ടുള്ള അതുകൊണ്ടെന്നാ കണ്ടില്ല. എന്തോ മരുന്നിൻ്റെ കൃപാകരി മൂകാംബികാദേവി. എണീക്കാൻ പോലും കുഞ്ഞിന് സമയമില്ല. കുഞ്ഞിന് തന്നെ നാരായണ ചേച്ചി വിളിക്കും. നീ സാധാരണ അല്ല നാരായണ ചേച്ചി കൊടുക്കുന്നല്ലേ? ഇവിടെ നോക്കിയേ.
ഒരെണ്ണം കൊണ്ട് കൊടുത്താൽ മതി. എൻ്റെ അവിടെ ഇരുന്നോളാൻ പറ, പിന്നെ തരാമെന്ന് പറ. ഒരെണ്ണം കൊണ്ട് കൊടുക്ക്. നീ കഴിച്ചോ. അവളെ വേണ വരട്ടെ. ടി വിക്കകത്ത് മുഴുകിയിരിക്കുന്നതുകൊണ്ട് ടി വിക്കകത്ത് മുഴുകിയിരിക്കട്ടെ. അവളെ വിളിക്ക്. ഇത് നോക്കി കരിഞ്ഞല്ലേ ഇതോ കരിഞ്ഞ പറഞ്ഞേക്കട്ടെ. ഇത് വന്നേ. അവളവിടെ കാര്യത്തിന് വേണ്ടി അവള് വരും. പാല് മേടിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ടോ മതി. അങ്ങോട്ട് വന്നൊന്നും കാണത്തില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. അയ്യോ ഇത് എന്നാന്നും വെച്ചോണ്ട. ഇത് കണ്ടില്ല എന്നാന്ന് കണ്ടോ എന്നാന്ന്. വാ ഇവിടെ വാ, കറങ്ങി ഇങ്ങോട്ട് വാ. ഇവിടെ ഒന്നും കിട്ടത്തില്ലേ? ഇല്ല ഇവിടെ നീ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിനെ തിരിഞ്ഞു നിൽക്കുന്നേ. എന്തായാലും നമ്മളെ വീഡിയോ എടുക്കും. ഇന്നലെ രണ്ടുപേരോട് അലമ്പുണ്ടാക്കിയ പോലെ ഇന്ന് അലമ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ നാരായണി പറഞ്ഞതറിയോ, എനിക്ക് ചായ വേണ്ട കേട്ടോ, ഒറ്റപ്പോക്ക്. ഞാൻ 4 പേർക്കും ചായ ഇട്ടു. എന്നിട്ട് നാരായണിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഒരു മൈൻഡും ഇല്ല, ഒരു ഉളുപ്പുമില്ല കുടിച്ച്. എന്നിട്ട് ചേട്ടായുടെ അടുത്ത് ചെന്നപ്പം എനിക്ക് ചായ വേണ്ട. അത് രാത്രി ഒരു 8-9 മണി വരെ ഇരുന്നിട്ട് പിറ്റേ ദിവസം ആ ചായ ചൂടാക്കി ഞാൻ കൊടുക്കണമെന്നോർത്താണ് ഞാൻ കുടിച്ചു. ഇനി വേണ്ടാന്ന് പറയുന്നവർക്ക് ഇടുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഞാനൊരു മാനുഷിക പരിഗണന വെച്ച് കരിഞ്ഞു അല്ലേ ഇട്ടതാണ്. നാരായണി വേണ്ടെന്ന് പറഞ്ഞാൽ മറന്നുപോയായിരുന്നു തോന്നുന്നു. ആഹാരത്തോട് എന്നെ സംബന്ധിച്ച് ഒരു വഴക്കുണ്ടാക്കി ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്ന ഞാൻ. അല്ലാതെ ഇന്ന് വരെ പട്ടിണി കിടന്നു ആഹാരം വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു പിണക്കവും എനിക്കില്ല. പിണക്കം ഉണ്ടാവും, പക്ഷേ ഞാൻ ശാമ്പവിയൊക്കെ അല്ല മോനെ. അല്ലാത്ത ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കും. എനിക്ക് ഒരെണ്ണം പോലും കിട്ടുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ മക്കൾ എനിക്ക് തരും. ആർക്കാണോ എന്നോട് ഇഷ്ടം. നാരായണിക്ക് മതിയായോ? പോകുമല്ലോ. നാരായണി നിനക്ക് ഇത്രയും പൊക്കമുള്ളല്ലേ? ഞാൻ ഇനി വളരുള്ളൂ. ഇവളെ 5ാം ക്ലാസ് ഇരുന്ന പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. പൊക്കം മണ്ണം കുറഞ്ഞു ഒത്തിരി. വേറൊരാൾ നോക്കുന്നുണ്ടോ? ഇവിടെ നിന്നുണ്ടോ? അങ്ങോട്ട് നോക്കിക്കേ. സിംബ തന്നല്ലേ. എനിക്ക് കഴിഞ്ഞത് മാത്രം ശാമ്പുവാണെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നത്. ഇന്നും നല്ല മൂടിക്കെട്ടി വന്നിട്ടുണ്ട്. മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മഴയുണ്ടോ? മഴയുണ്ട്. നിങ്ങളുടെ അവിടെ ഉണ്ടോ? ഞങ്ങളുടെ മഴയില്ല. നല്ല മനുഷ്യരുടെ മഴ ഉണ്ടാവും. ആണോ? എന്നാൽ ഇനിയിപ്പോൾ ഇവിടെ മഴ പെയ്യലായിരിക്കുമല്ലോ. നീ ഇങ്ങോട്ട് വന്നില്ലേ? ആ സ്വിച്ച് മാറ്റിയിട്. ഇരുട്ടായല്ലോ. നല്ല മൂടലാണല്ലോ. കട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിയും. 4:27. കണ്ടുപോയി. നിന്റെ കുണ്ടിക്ക് തീ പിടിച്ചോ? പുക മാത്രം കാണാം. കാറ്റ് നമ്മളിവിടെ
എന്തിനാ ചുമ്മാ കിടന്ന് കാറുന്നേ? ഇവിടെ അടച്ച് കോഴി ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കയറി വരിക. നമ്മളുള്ളപ്പോൾ കുഴപ്പമില്ല, ഇല്ലാത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴെല്ലാം ഓ കയറി ഇടിയായിട്ടിരിക്കുമ്പോൾ നടക്കുവാണ് ഇതിലെ കൂടെ. വെക്കാം അവിടെ എടീ, ചാക്ക അവിടെ കൊണ്ടുപോകാടി നീ. ആ ഇടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ കൂടെ നടക്കുമോ? ഊഞ്ഞാലിൻ്റെ അവിടെ വന്ന് അതിലെ കൂടെ നടക്കുമോ? ഊഞ്ഞാലിൻ്റെ ഇതിലെ മിണ്ടല്ലേ. അതിനെ വീണ ആ അത് അതുപോലെ കരിഞ്ഞ് നിന്നിട്ട് വീഴുന്നതാണ്. ഇത് പിന്നെയും വരുന്നിറങ്ങി കൊടുക്ക വെക്കട്ടെ. അപ്പം അടിച്ചെന്ന് നാരായണയെ വിളിച്ചിട്ട് എവിടെ അടിച്ചു? ഓ ഒരു ഞുള്ളു ചെറുതായിട്ട് കൊടുത്ത് പറഞ്ഞു വിട്ടെ. ചാറി ചാറി നിൽക്കുവാണല്ലോ. മഴ പെയ്യാൻ തുടങ്ങി. തുള്ളി വീഴാൻ തുടങ്ങി. തുള്ളി മോൻ അവിടെ പോയിരിക്കും. പൊന്നാ അവിടെ പോയിരിക്കും. ഇവിടെ വെട്ടം അടിക്കും. അവിടെ പോയി. ആ ചുള്ളി മോനെ മോനെ ചുള്ളിയോ? നീ കൊച്ചിനെ ചുള്ളിയല്ലേടി? ആ വേണ്ട, കൊച്ചിനെ ചുള്ളൊന്നും വേണ്ട. ആഹാ ഏതാ നല്ല റെഡിയായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടെ, നല്ല ഇടിയാണ് അവിടെ. അപ്പം എന്ത് ചെയ്യടാ? അപ്പം എന്ത് കൂടെ പോയോ? മഴ എത്ര വേണേലും പെയ്യോ, പക്ഷെ ഇടി വെട്ടാതിരുന്നാൽ മതിയായിരുന്നു. നല്ല മഴ കേട്ടോ. പൊന്നെ എന്താണി അവളെ കൂടി ഇടിക്കേ. പൊന്നെ ഇടി പെട്ടെന്ന് നിന്റെ കളി. ആ മൊത്തം വെള്ളമാണ്. ആരാരെയാ മണി കത്തനി? മുറ്റമെല്ലാം നിറഞ്ഞു വെള്ളം കൊണ്ട്. നല്ല കട്ട മഴയാണ്. ഇവിടെ അങ്ങോട്ട് വന്നില്ല, എന്നാൽ സംഭവം നടക്കില്ല. ചില ശക്തിയാകുമ്പോൾ കാറ്റൊന്നും അറിഞ്ഞിട്ടില്ല.
ആ മാതാണ്